ഹലോ ഗൈസ്, എൻ്റെ കയ്യിൽ മൈക്കൊന്നുമില്ല. ഞാൻ ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്തെങ്കിലും നോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സോറി ഫോർ ദാറ്റ്. ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് വന്ന കുറച്ച് പാക്കേജസ് അൺപാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു സ്കിൻ കെയർ റുട്ടീൻ വീഡിയോ എടുത്താലോ എന്ന് തോന്നി. ലൈക്ക് എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞത് അത്ര ഭയങ്കര നല്ലതൊന്നുമല്ല. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് പോസ്, ഓപ്പൺ പോസും സ്കാർസും ആക്നെ സ്കാർസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നല്ല മാർക്ക് എവിടെയൊക്കെ കാണാം. ബട്ട് ഓൾറെഡി ഓയിലി സ്കിന്നാണ്, ആക്നെ പ്രോൺ സ്കിന്നാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരുപാട് പ്രോഡക്ട്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കാണുന്ന മാർക്കറ്റിൽ കാണുന്ന എല്ലാ ക്രീമുകളും സ്ക്രബ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാരി തേക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ സ്കിന്നെ ഭയങ്കര മോശമാക്കി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഭയങ്കര വേഴ്സ്റ്റ് ആയെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനൊരു ആദ്യം ഒന്നാമത്തെ കാര്യം, നമ്മൾ ടീനേജ് 20s നമുക്ക് ഈ സ്കിൻ കെയറിനെ കുറിച്ചൊന്നും വലിയ നോളജ് ഇല്ല. ഡെർമറ്റോളജിസ്റ്റിനെ കാണണം അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഇച്ചിരി വിവരം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് എൻ്റെ സ്കിന്നിന് പറ്റിയ അതായത് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെ ആക്കണം എന്ന് വേണ്ടിയിട്ട് ഞാനൊരു അഡ്വൈസ് ചോദിച്ച് കുറച്ച് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ സ്കിൻ ബെറ്ററായി, പണ്ടത്തേലും ഒരുപാട് ബെറ്റർ. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി നല്ല സ്കിന്നായിട്ടുള്ള ആൾക്കാർ, ഐ തിങ്ക് ദേ ആർ ദ മോസ്റ്റ് ബ്ലെസ്ഡ് പീപ്പിൾ. ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യാറുണ്ട് ഇങ്ങനെ നല്ല സ്കിന്നുള്ള ആൾക്കാരെ കാണുമ്പോൾ. അവർക്ക് വേണ്ടിയിട്ടല്ല, എന്നെപ്പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ട് സ്കിൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ സ്കിൻ ഭയങ്കര സൂപ്പർ അടിപൊളിയൊന്നുമല്ല, ബെറ്റർ ആക്കി ഞാൻ കുറച്ചും കൂടി, അത്രേ ഉള്ളൂ. ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നെന്ന് അത്യാവശ്യം നോർമലി ആൾക്കാർ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ സ്കിന്നെ നോക്കിക്കോളൂ. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, രാവിലെ എഴുന്നേറ്റ് വന്ന കോലാണ്, ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ കാണിച്ചട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് അഹാഗ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ് വാഷാണ്. നോർമലി ഇത് ഞാൻ നാട്ടിൽ നിന്ന് ലോക്കലായിട്ടുള്ള മെഡിക്കൽ സ്റ്റോഴ്സിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിൽ കാണുന്ന പോലെ പാരബിൻ ഫ്രീ ആണ്. അതുപോലെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് സാലിസിലിക് ആസിഡ് ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് 877 ആണ് കേട്ടോ. ഇതിൻ്റെ സ്മോൾ പാക്കറ്റ്സും അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലൊരു ഫോമിങ് ഫേസ് വാഷാണ്. നമ്മുടെ സാധാരണ ഫേസ് വാഷ് പോലെ ഇങ്ങനെ പത വരുന്ന അങ്ങനത്തെ സോപ്പ് പോലത്തെ കൺസിസ്റ്റൻസി അല്ല ഇതിന്. നെക്സ്റ്റ് വരുന്നത് ഈ സൺസ്ക്രീൻ ആട്ടോ. ഫോട്ടോ സ്റ്റേബിൾ എന്നാണ് ഈ സൺസ്ക്രീൻ പറയുന്നത്. ഇത് ഞാനൊരു 5-6 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. ഇതുപോലെ തന്നെയാണ് കേട്ടോ ഫേസ് വാഷും. ഞാനൊരു 6 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഒരു 55 SPF 55 വരും. ഇതും എനിക്ക് നോർമലി മെഡിക്കൽ സ്റ്റോഴ്സിൽ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ആമസോണിൽ നിന്നും ഓർഡർ ചെയ്യാറുണ്ട്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, ഒരു 945 ആണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു സൺസ്ക്രീനാണിത്. ഇത് SPF 80 ആണ്. ദിസ് ടൈം നാട്ടിൽ പോയപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാണ്. മാറ്റ് ഫിനിഷ് ആണ്, അപ്പോൾ നമുക്ക് കൺസീലർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീമാണ്, ആക്നെ മോയ്സ്റ്റ് എന്ന് പറയും. ഇതും എനിക്ക് ഈ പ്രാവശ്യം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാണ്. ഞാൻ ഒരെണ്ണം ഫുള്ള് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതെൻ്റെ അടുത്ത ബോട്ടിലാണ്. എനിക്കും ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അങ്ങനെ ഒട്ടുന്ന ഫീലിംഗ് ഒന്നുമില്ല. ഇത് സെറ്റഫിൽ ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നതാണ്. ഒട്ടും തന്നെ ഫ്രാഗ്രൻസ് ഒന്നുമില്ല കേട്ടോ സെറ്റഫിലിന്. ഇതും എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. ഇത് കുട്ടികൾക്കും യൂസ് ചെയ്യാം. നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 80 rupees എന്താണ് ഈ ബോട്ടിലിന്. ഇവിടെ കുറച്ചും കൂടി കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു. ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമാണ്. ആദ്യമായിട്ട് എനിക്ക് പീഡിയാട്രീഷ്യനാണ് സെറ്റഫിൽ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെ. ഇതൊക്കെ എൻ്റെ മോർണിംഗ് സ്കിൻ കെയറിന് ഞാൻ യൂസ് ചെയ്യുന്ന ക്രീംസാണ്. ഈ കാണുന്നതാണ് ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്ന ക്രീം. ഇത് ആക്ച്വലി ഒരു സ്കിൻ സെറമാണ്. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റെറ്റിനോളാണ്. പിന്നെ ഹ്യാലുറോണിക് ആസിഡ്, കോജിക് ആസിഡ്, നിയാസിനമേറ്റ്, പെപ്റ്റൈഡ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്.
ഈ ഒരു സാധനം മാത്രമേ ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ ഈ മോയ്സ്ചറൈസിങ് ക്രീമും യൂസ് ചെയ്യും. നമ്മളെപ്പോഴും റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസിങ് ക്രീമും കൂടി കമ്പൈൻ ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. ഇതെന്ന് പറയുന്നൊരു ജെല്ലാണ്. ക്ലീനിങ് സ്കിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാണ്. നമ്മുടെ മുഖത്ത് പിമ്പിൾസ് ഒക്കെ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് അത് താഴ്ന്നു പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജെല്ലാണിത്. ഇതൊരു റെറ്റിനോൾ ക്രീമാണ്. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന റെറ്റിനോൾ ഇതുപോലൊരു ക്രീമായിരുന്നു. ബട്ട് അതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല, ആ ബ്രാൻഡ് അവൈലബിൾ അല്ല. അപ്പോൾ അതിന് പകരം ഇതാണിപ്പോൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നതാണിത്. ഞാനിത് അധികം യൂസ് ചെയ്തിട്ടില്ല. ബട്ട് മറ്റത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ഭയങ്കര ചീപ്പ് റേറ്റും ആണ് കേട്ടോ. ഇത് മിനിമലിസ്റ്റിൻ്റെ ഒരു സാലിസിലിക് ആസിഡ് സിറാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ട് വാങ്ങിയതാണേ. ഇതിൻ്റെ ഒരു മെയിൻ യൂസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് യൂസ് ചെയ്തത് ഞാനിത് വാങ്ങിയത് സാലിസിലിക് ആസിഡ് ആക്നെയ്ക്ക് ഭയങ്കര എഫക്റ്റീവാണ് എന്ന് അറിഞ്ഞിട്ടാണ്. ബട്ട് എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിനൊരു ഗ്ലോ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഒരു ചിലപ്പോൾ നല്ല നല്ല ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള സ്കിന്നിൽ യൂസ് ചെയ്താൽ നല്ലതായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. എനിക്ക് ചിലപ്പോൾ അത്രയും അറിയില്ലായിരിക്കും. എന്നാലും എനിക്കൊരു ഗ്ലാസ് സ്കിൻ എഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയൊന്നുമില്ല, എന്നാലും ഞാൻ പറയില്ലേ, നല്ല ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള സ്കിന്നിൽ യൂസ് ചെയ്താൽ ആ ഒരു ഗ്ലാസ് സ്കിൻ എഫക്റ്റ് കിട്ടുമായിരിക്കും. എനിക്ക് ഭയങ്കര ഗ്ലോ ഉള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് മേക്കപ്പ് യൂസ് ചെയ്താൽ എൻ്റെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് അത് റിമൂവ് ചെയ്യുന്നതൊക്കെ പ്രോപ്പർ അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മാത്രമേ എനിക്ക് മേക്കപ്പ് ചെയ്യാനും അറിയില്ല. അപ്പോൾ ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണിത്. എന്തായാലും ഇത്രയൊക്കെ കാണിച്ചല്ലേ, അപ്പോൾ ഒരു ലിപ് ബാമും കൂടി കാണിച്ചു തരാം. ലിപ് ബാം എന്ന് പറഞ്ഞാൽ ഇത് ബോഡി ഷോപ്പിൻ്റെ ലിപ് ബാമാണ്. ഈ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യാറ്. എനിക്ക് തോന്നുന്നു ലിപ് ബാം നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ യൂസ് ചെയ്താലും കുഴപ്പമില്ലായിരിക്കും. ഞാൻ എപ്പോഴും റെഗുലറായിട്ട് ബോഡി ഷോപ്പിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യാറ്. നമുക്കിവിടെ ഖത്തറിൽ വിൻ്ററൊക്കെയാണ് ഇപ്പോൾ വിൻ്ററിൽ എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. സ്കിന്നിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഹെയറിനെ പറ്റിയും സംസാരിക്കണമല്ലോ. അപ്പോൾ എൻ്റെ ഹെയർ ഭയങ്കര തിന്നാണ് കേട്ടോ. ഭയങ്കര തിന്നെന്ന് വെച്ചാൽ ഭയങ്കര തിന്നാണ്. ലൈക്ക് ഞാൻ ഇതും കൊണ്ട് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എൻ്റെ ഹെയറിന് പ്രശ്നമൊന്നുമില്ല, ഹെയർ ഫോളോ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ എൻ്റെ ഹെയർ ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്കിത് പാരമ്പര്യമാണെന്നാണ് പറഞ്ഞത്. ലൈക്ക് എൻ്റെ തിൻ ഹെയർ എൻ്റെ അമ്മയുടെ ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും ഞാൻ അങ്ങനെ തിൻ ഹെയറാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പാരമ്പര്യമാണ്, ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. എന്നാലും എനിക്ക് ഡോക്ടർ കുറച്ച് പ്രൊഡക്ട്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. ഇതൊരു സെറമാണ് കേട്ടോ, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എനിക്ക് തന്നൊരു സെറമാണ്. ഇത് ഞാൻ എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല, ബട്ട് ഇത് അത്യാവശ്യം നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, 1200 സംതിങ് വരുന്നുണ്ട്. ഇതൊരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതും ഡോക്ടർ തന്നതാണ്. ഡാൻഡ്രഫിൻ്റെ ശല്യം നല്ലതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. ഇതൊരു സ്പ്രേ ആണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതാണ്. ഇത് നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുമ്പോൾ, അതായത് ഒരുപാട് സ്ട്രെയിറ്റനിങ്ങും ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളൊരു സ്പ്രേ ആണ്. പിന്നെ ഇതെനിക്ക് ഡോക്ടർ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു ടാബ്ലറ്റ് തന്നതാണ്. ഇത് 2 മാസം കഴിക്കാനാണ് പറഞ്ഞത്. ഞാൻ ഇത് 4 മാസമായിട്ടും കഴിച്ച് തീർത്തിട്ടില്ല. വല്ലപ്പോഴും ഓർമ്മ വരുമ്പോഴൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്. ഞാനിതിൽ കാണിച്ചതിൽ ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാമേ. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കെയർ റുട്ടീൻ. എൻ്റെ ഹെയർ ഭയങ്കര ഓയിലിയാണ്. ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ട്, ലൈക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റും. ആദ്യമൊക്കെ സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്ത്, പിന്നെ ബ്ലോ ഡ്രൈ, പിന്നെ കെരാറ്റിൻ, പിന്നെ എന്തൊക്കെയോ മാർക്കറ്റിൽ വന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും എൻ്റെ ഈ തലയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ഒരു 2 ദിവസം കുളിക്കാതിരുന്നാൽ തന്നെ തലയിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെയാണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. ബട്ട് എനിക്കിത് ചെയ്യാതിരിക്കാനും പറ്റാറില്ല. ഞാനിങ്ങനെ എൻ്റെ മുടി കണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ മുടി സ്ട്രെയിറ്റനായിട്ട് കിടക്കണം എന്നുള്ളൊരു തോന്നലാണ്. അതെപ്പോഴെങ്കിലും മാറ്റണം എന്നെനിക്ക് തോന്നാതിരുന്നിട്ടില്ല. പക്ഷെ എന്തോ മുടി മാനേജ് ചെയ്യാനുള്ള ആ ഒരു ഈസി ആയിട്ടുള്ളൊരു വേ അതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് ഓപ്റ്റ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ മുടി കുറച്ച് ഇപ്പം മര്യാദയ്ക്ക് നല്ല കിടക്കണേ, സ്ട്രെയിറ്റൺ ചെയ്തെങ്കിലും. പക്ഷെ എനിക്കിങ്ങനെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല, ഒരു ചെറിയ വേവി ആയിട്ട് കിടക്കണം. അപ്പോൾ ഞാൻ മുടി സ്ട്രെയിറ്റൺ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഭയങ്കര ചൂല് പോലെ കിടക്കുമ്പം ഞാൻ കുറച്ച് കെയർ ചെയ്യാതിരിക്കും മനഃപൂർവ്വം. അപ്പം കുറച്ച് മുടി ഒരു അലങ്കോലപ്പെട്ട ഒരു രീതിയിൽ കിടക്കും. ലൈക്ക് ആ കംപ്ലീറ്റ് സ്ട്രെയിറ്റ്നെസ് മാറിയിട്ട് ചെറുതായിട്ട് ആ സ്ട്രെയിറ്റ് ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റ് പോകുന്ന രീതിയിൽ വരും. അപ്പോൾ അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം കെയർ ചെയ്യാതിരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്താല്ലേ, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള എൻ്റെ കുഞ്ഞു എക്സ്പീരിയൻസും എൻ്റെ കുട്ടി സ്റ്റോറീസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.